വെളിയിൽ പോയിട്ട് എപ്പോഴും നൂഡിൽസൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ കടയിൽ നിന്ന് കഴിക്കുന്നതിനേക്കാൾ സ്ട്രീറ്റിൽ നിന്ന് കഴിക്കുന്നതിനെ കേട്ടോ ടേസ്റ്റ് തോന്നാറ്. അപ്പോൾ എന്തുകൊണ്ടത് വീട്ടിൽ ഉണ്ടാക്കിക്കൂടാ എന്ന് ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു. എന്നാൽ സമയവും പാകവും ഒക്കെ ഒത്തു വന്നത് ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ നൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. ഇത് ഞാൻ ലുലു ഹൈപ്പറിൽ പോയ സമയത്ത് വാങ്ങിയിട്ടുള്ള നൂഡിൽസാണ്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് വാങ്ങിയിട്ടുള്ളത്. മുഴുവനായിട്ട് വാങ്ങിയിട്ട് ഇനി ഇത് ഉണ്ടാക്കുന്ന കുളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുൾ വേസ്റ്റ് ആവില്ലേ പറഞ്ഞിട്ട് ഞാൻ ലുലു പോയപ്പോൾ ചെറിയൊരു പാക്കറ്റ് നോക്കിയാട്ടോ എടുത്തിട്ടുള്ളത്. നമ്മുടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു നൂഡിൽസ് വരുന്നത്. നല്ല ഹ്യൂജ് ക്വാണ്ടിറ്റി തന്നെ കിട്ടും. ചെറുത് സൂപ്പർ മാർക്കറ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇവിടെ ലുലുവിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ അടുപ്പത്ത് ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് അളവിൽ നമ്മൾ വെള്ളം വയ്ക്കാം. 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് 1 സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് തിള വന്ന ശേഷം അതിലേക്ക് നമ്മൾ ഈ നൂഡിൽസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മളെ നൂഡിൽസ് ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എല്ലാം ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് തിളച്ചാൽ മതി. 5 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് വേറൊരു അരിപ്പ എടുത്തിട്ട് അതിലേക്ക് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. വെള്ളം ഫുള്ള് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു അരിപ്പയിലിട്ടിട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളത് കുറേ നേരത്തെ ആക്കി വെച്ചിട്ട് ഒരു മണിക്കൂറിന് ശേഷം ഉണ്ടാക്കിയാലും മതി. ഞാനിതെല്ലാം അപ്പം ഉണ്ടാക്കുന്നതിനെ കൊണ്ട് നമുക്ക് ഈ ഒരു മുട്ടയൊക്കെ വഴറ്റുന്ന നേരം കൊണ്ട് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഇതേപോലെ ഒരു വലിയ പാത്രം ഇട്ട് വയ്ക്കുക. കാരണം നമ്മൾ ഇളക്കിയെടുക്കല്ലാതെ ഫോർക്ക് വെച്ചിട്ട് നമ്മളിതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നതിനെ കുറച്ച് വലിയ പാത്രം നോക്കി എടുക്കുക കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ഞാനിതാ ആ ഒരു പാക്കറ്റ് നൂഡിൽസിന് ഞാൻ 4 കോഴിമുട്ട എടുത്തിട്ടുള്ളത്. എപ്പോഴും എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കോഴിമുട്ടയുടെ അളവ് കുറച്ച് കൂടുതൽ തന്നെ എടുക്കുക. മുട്ട കൂടുമ്പോൾ ടേസ്റ്റും കൂടും കേട്ടോ. അപ്പം 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. നല്ലപോലെ ചിക്കിതാ ഈ ഒരു പരിവായി വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള കാബേജും അതേപോലെ തന്നെ ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ മുട്ടയിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ കൂടെ എത്രയാണോ നമുക്ക് ഉപ്പ് വേണ്ടി വരിക ആ ഒരു ഏകദേശം ധാരണ വെച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ സോസൊക്കെ ഒഴിക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്താൽ മതി. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 5 സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്. എനിക്ക് ഏകദേശം ഒരു ഇത് കറക്റ്റ് അറിയുന്നത് കൊണ്ടാട്ടോ ഞാൻ സ്പൂൺ എടുക്കാത്തത്. നിങ്ങൾ ഒഴിക്കുമ്പോൾ 5 സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് തന്നെ 1 സ്പൂൺ അളവിൽ ചില്ലി സോസാണ്, നമ്മൾ ഗ്രീൻ ചില്ലീൻ്റെ സോസാണ് കേട്ടോ. ഈ റെഡ് ചില്ലി സോസും ഉണ്ട്, അതുണ്ടെങ്കിൽ അത് ഒഴിച്ചാൽ മതി. ഞാൻ ഗ്രീൻ ചില്ലിയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി അതിലേക്ക് ഞാൻ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 സ്പൂൺ അളവിൽ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു മധുരത്തിന് ഒരു ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് 2 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് ഇതാക്കി കൊടുക്കുക. കടകളിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അവിടെ ഇടയ്ക്കും കൊണ്ടാണ് നിൽക്കുക. കാരണം അത് അവർ നിറയെ ഓയിൽ ഒഴിക്കും, പക്ഷെ നമ്മൾ അത്ര ഓയിൽ ഒഴിക്കണില്ല. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേ നമ്മളെ കാബേജും ക്യാരറ്റും ഒക്കെ ഒന്ന് ആവശ്യത്തിന് വെന്ത് കിട്ടും. അതിനുശേഷം നമുക്കതിലേക്ക് നമ്മൾ ഈ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ച് നമ്മുടെ നൂഡിൽസ് അത് മിക്സായി കഴിഞ്ഞാൽ എല്ലാം മിക്സായി കഴിഞ്ഞാൽ തവി വെച്ചിട്ട് ഇതേപോലെ പൊക്കി എടുത്തിട്ട് ആസ്വദിച്ച് കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത്. മുറിഞ്ഞു പോയ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചിക്കൻ ഒന്നെങ്കിൽ ഉപ്പിട്ട് വേവിച്ച ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ നല്ലപോലെ ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എനിക്ക് ഫ്രൈ ചെയ്തതാട്ടോ പിന്നീട് ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. പിള്ളേർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും കേട്ടോ, അതിന് ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും ഒന്ന് അറിയിക്കും കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കുടിക്കാൻ പറ്റിയ ഒരു കണ്ണൂർ കോക്ടെയിലും കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഇതുവരെ ഞാൻ കുടിക്കാത്തൊരു സാധനമായിരുന്നു, പക്ഷേ 5-6 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു പുതിയ കട വന്നപ്പോൾ അവിടെ നിന്ന് ഞാൻ അത് ആദ്യമായിട്ട് കുടിച്ചത് കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഇഷ്ടം എന്ന് പറയാൻ വലിയ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നാലും നമുക്ക് ഒരു വെറൈറ്റി സാധനം ക്യാരറ്റും പപ്പായും ഒക്കെ ഇട്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടല്ലോ. അതിന് വേണ്ടി മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് പഴുത്ത പപ്പായ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പിട്ട് വേവിച്ചെടുത്ത് വെച്ച ക്യാരറ്റ് അതും നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് ചേർത്ത് ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് 1 ഗ്ലാസ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുക. നല്ല തണുത്ത പാലാട്ടോ ഞാൻ ചേർക്കുന്നത്, അത് ചേർത്ത് കൊടുക്കുക. ഉണക്കമുന്തിരി കുറച്ചിട്ട് കൊടുക്കുക, അതുപോലെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നട്ട്സും കാര്യങ്ങളും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഐസ്ക്രീം ചേർക്കണമെന്നുള്ളവർക്ക് ഐസ്ക്രീം ചേർക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഈ ഒരു പരുവത്തിൽ നല്ല കട്ടിക്കായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഭംഗിക്ക് വേണ്ടി അതിൻ്റെ പുറത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഓരോ നാട്ടിലും ഓരോ ഡിഷസ് അല്ലേ. നമ്മുടെ കണ്ണൂരുകാരുടെ കോക്ടെയിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ, കുടിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ കുറേ കുട്ടി വീഡിയോസ് ഉണ്ട്, അതൊക്കെ ഇത് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ടാറ്റാ.